ഗുഡ് ഷെപ്പേർഡ്, നല്ലിടയൻ. എന്താണ് നല്ലിടയൻ എന്നുള്ള പേര് വരാനെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ ഈ നല്ലിടയൻ എന്നുള്ള പേര് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, കാറ്റീസിയം ക്ലാസ്സിൽ മേരി ടീച്ചർ ഒരു പടവുമായിട്ട് വന്നു. ചുരുട്ടി പിടിച്ച പടം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നപ്പോൾ ആയിരക്കണക്കിന് ആടുകളിൽ നിന്ന് ഒരാടിനെ ഇങ്ങനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നല്ലിടയൻ്റെ ചിത്രം. ടീച്ചർ പറഞ്ഞു, ഈ ആട് എത്ര ഭാഗ്യമുള്ളതാണ്. ഈ ആട് ഇരിക്കുന്നത് നല്ലിടയൻ്റെ നെഞ്ചോട് ചേർന്നായിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചേർന്നായിരിക്കുന്നത്. എത്ര ഭാഗ്യമുള്ള ആടാണ്. എന്നിട്ട് ഓരോ കുഞ്ഞിനെയും നോക്കി ടീച്ചർ പറഞ്ഞു, ഇതുപോലെ നല്ല കുഞ്ഞുങ്ങളെല്ലാം ക്രിസ്തു ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കും. അത് കേട്ടതോടെ എനിക്ക് സങ്കടമായി. കാരണം നല്ലവരെ മാത്രമേ ചേർത്ത് പിടിക്കുമെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. ആ കുഞ്ഞു പ്രായത്തിൽ കുറച്ച് അനുസരണക്കേടും തട്ടിപ്പും നുണയും ഒക്കെ ഉള്ള നമ്മളെ എങ്ങനെ ഈ നല്ലിടയൻ ചേർത്ത് പിടിക്കും? അങ്ങനെ വന്നപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന, എല്ലാത്തിനും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കുന്ന ജെയ്സൺ മാർട്ടിനും വളരെ സൗമ്യമായിട്ട് ടീച്ചേഴ്സിനോട് ഇടപഴകുകയും എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്ന ജോസഫ് കെയും പിന്നെ നല്ല ഗ്ലാമറുള്ള അജേഷും ഒക്കെ ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്നവരായിരിക്കും. നമ്മളൊക്കെ പുറത്തായിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് മറ്റൊരു കഥ വായിക്കാനിടയായത്. അത് മുടന്തനായ ആട്ടിൻകുട്ടിയുടെ കഥയാണ്. അത് പറയുന്നതിന് മുമ്പ് ആ കഥയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റും, ജെറൂസലേം ദേവാലയത്തിൽ ഈ ബലിക്ക് കൊണ്ടുവരുന്ന ആടുകളെയും ചെങ്ങാലിപ്രാവുകളെയും ഫലങ്ങളെയൊക്കെ പരിശോധിക്കാനായിട്ട് ഒരു പ്രത്യേക വിഭാഗം പുരോഹിതരുണ്ടായിരുന്നു. ഈ പുരോഹിതന്മാര് ബലിക്ക് കൊണ്ടുവരുന്ന ആടിനെയെല്ലാം പരിശോധിക്കും. ആ ആടിൻ്റെ ഒരു രോമമെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആടിനെ ബലിക്ക് വേണ്ടി പിന്നെ എടുക്കില്ല. ഇതുപോലെ തന്നെ പ്രാവുകളുടെ ഒരു തൂവലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ബലിക്ക് യോഗ്യമല്ല. ഇതള് പോയ ഒരു പൂവുണ്ടെങ്കിൽ അത് ബലിക്ക് യോഗ്യമല്ല. പുഴുക്കൊത്തേറ്റ ഫലങ്ങളും ബലിക്ക് യോഗ്യമല്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ മുടന്തനായ ആടിൻ്റെ കഥ തുടങ്ങുന്നത്. മുടന്തനായതുകൊണ്ട് കൂടെയുള്ള ആടുകൾക്കൊപ്പം ഒരിക്കലും ഓടിയെത്താൻ ഇവന് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒക്കെ ഏറ്റ് മനസ്സ് പലപ്പോഴും തളർന്നിരിക്കും. ഇത് കൂടാഞ്ഞിട്ട് ഇടയനും വല്ലാതെ ശകാരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ, എല്ലാ ആടുകളെയും പോലെ ഇവൻ ഒരുമിച്ച് എത്താൻ പറ്റാറില്ലല്ലോ. അപ്പൊ വൈകിപ്പോകുന്ന ഈ മുടന്തനാടിനെ നോക്കി ഇടയൻ ശകാരിക്കും. അപ്പൊ ഇടയന്റെ ശകാരിക്കലുകളും കൂടെയുള്ള ആടുകളുടെ പരിഹാസവും, അതുകൂടാതെ ഗ്രാമീണ പെൺകുട്ടികൾ ഉത്തമഗീതവും പാടി പോകുമ്പോൾ അവരിങ്ങനെ ആടിനെയൊക്കെ എടുത്തു വെച്ച് ലാളിക്കാറുണ്ട്. നല്ല ആടുകളെ മാത്രമേ അവരെടുക്കാറുള്ളൂ. ഈ നമ്മുടെ മുടന്തനാട് അപ്പോഴും അവഗണിക്കപ്പെട്ടു. അങ്ങനെ അവഗണന കൂടി വന്നപ്പോൾ അവൻ തീരുമാനിക്കുകയാണ് ദൈവസന്നിധിയിലേക്ക് പോവാൻ, ബലിയാകാനായിട്ട്. ആരും സ്വീകരിക്കാത്തവർക്ക് ഉള്ള ഒരിടമാണല്ലോ ദൈവസന്നിധി. അങ്ങനെ അവൻ ദൈവസന്നിധിയിലെത്തുകയാണ്. പക്ഷെ നമുക്കറിയാം, അവിടെ പരിശോധിക്കുന്ന പുരോഹിത വിഭാഗം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു. ദൈവസന്നിധിയിലും തനിക്കിടമില്ല, ഒരിടത്തും ഇടമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നിരാശനായി അമ്മയെന്ന് വിളിച്ച് നിലവിളിച്ചുകൊണ്ട് ദേവാലയത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ എതിരെ ഒരാൾ വരുന്നു. മറ്റാരുമല്ലായിരുന്നു, ക്രിസ്തു. ക്രിസ്തു വന്ന് ഈ ആടിനെ കയ്യിലെടുത്ത് നെറ്റിയിൽ ചുംബിച്ച് ആ ആടിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. സൗഹൃദങ്ങളിൽ നിന്ന് പരിഹാസമേറ്റ് ലാളിക്കാൻ ആരുമില്ലാതെ എല്ലായിടത്തു നിന്നും പുറത്താക്കപ്പെട്ട ആ മുടന്തനായ ആടിനെ നെഞ്ചോട് ചേർത്ത് വെച്ച ക്രിസ്തു എനിക്ക് ഹൃദയത്തിൽ നല്ലിടയനായി മാറി. പിന്നീട് അങ്ങോട്ട് എപ്പോഴും ആ ക്രിസ്തുവിനെ വാഴ്ത്താൻ എനിക്ക് 1000 നാവുണ്ട്. കാരണം ആരുമില്ലാത്തവർക്കൊരു അഭയമാണ് ക്രിസ്തു. അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ കുറവുകൾ തന്നെ ചേർത്ത് പിടിച്ചവരൊക്കെ എനിക്ക് നല്ലിടയന്മാരായി.
അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാനൊന്നും അത്ര വലിയ കേമനല്ല, പിന്നിലായിരുന്നു പല കാര്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെ പിന്നിലാക്കപ്പെട്ടവർക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും. അപ്പോൾ ആത്മവിശ്വാസമില്ലാത്ത, ഒരു ആത്മബലമില്ലാത്തൊരു കുഞ്ഞെന്ന നിലയിൽ ഇങ്ങനെ നാണിച്ചും മാറിയൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. അതും കൂടാതെ യൂണിഫോം ഒന്നും കൃത്യമായിട്ട് വാങ്ങിച്ചിടാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി വന്നില്ലായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും പിന്നിലാക്കപ്പെട്ട എന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരമ്മയെ പോലെ മിക്കവാറും എന്നെ ചേർത്ത് പിടിക്കുന്ന ടീച്ചറുണ്ടായിരുന്നു, അമ്മിണി ടീച്ചർ. ഇന്നും അത് മറന്നുപോകാതെ ഓർത്തു നിൽക്കുന്നത് ടീച്ചർ അന്ന് എനിക്കൊരു നല്ലിടേന്റെ സാന്നിധ്യമായിരുന്നു. എല്ലാവരും മാറ്റി നിർത്തുമ്പോഴും ടീച്ചർ എന്നെ ഇങ്ങനെ ശരിക്കും നെഞ്ചോട് ചേർത്ത് വെക്കുമായിരുന്നു. ഒരു അമ്മയുടെ വാത്സല്യവും സ്നേഹവും എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓർത്തെടുക്കാൻ ഒരുപാട് നല്ലിടയന്മാർ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്തിനു പറയുന്നു, മാർക്കൊക്കെ കുറഞ്ഞു പോയി അല്ലെങ്കിൽ തെറ്റുപറ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പൻ അമിതമായിട്ട് എന്നെ കുറ്റപ്പെടുത്തി നിരാശപ്പെടുത്തിയിട്ടില്ല. സാരമില്ല, നീ ശ്രദ്ധിക്കണം, നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ച എൻ്റെ അപ്പൻ എനിക്ക് എന്നും ഒരു നല്ലിടയനായിരുന്നു. ദാരിദ്ര്യത്തിന് നടുവിൽ സ്വന്തം വിശപ്പ് മാറ്റിവെച്ച് കുഞ്ഞായിരുന്ന എനിക്ക് അപ്പം തന്ന എൻ്റെ അമ്മ, അല്ലെങ്കിൽ പല സുഖങ്ങളും മാറ്റിവെച്ച് ദാരിദ്ര്യത്തിൽ എന്നെ കുറെ കൂടി സേഫാക്കിയ എൻ്റെ അമ്മ എനിക്കെന്നും നല്ലിടയൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഒരുപാട് നല്ലിടയന്മാരുണ്ട്. എൻ്റെ കുറവുകളെയും എൻ്റെ പോരായ്മകളെയൊക്കെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് എന്നെ വർഷങ്ങളോളം ചേർത്ത് നിർത്തുന്ന എൻ്റെ ബോസ് സാജൻ സാറ് എനിക്ക് നല്ലിടയനാണ്. 20 വർഷമായിട്ട് എന്നോടൊപ്പം ജീവിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കുറവുകളിലും പോരായ്മകളിലും എല്ലാം കുറ്റപ്പെടുത്താതെ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്കതൊരു നല്ലിടയൻ്റെ സാന്നിധ്യമല്ലേ. അങ്ങനെ ഒരുപാട് നല്ലിടയന്മാരുടെ സാന്നിധ്യം എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ശരിക്കും സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ, പ്രായവും കൂടുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലൊരു ചിന്ത വരികയാണ്, നിനക്ക് മറ്റുള്ളവർ നല്ലിടയനാകുന്നത് പോലെ നീയും നല്ലിടയനാവണ്ടേ? ആർക്കെങ്കിലുമൊക്കെ നിന്റെ സാന്നിധ്യം, നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു പ്രവൃത്തി, നിന്റെ ഒരു നോട്ടമൊക്കെ ഒരു നല്ലിടയന്റെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യമായി മാറണ്ടേ? പ്രിയമുള്ളവരെ, ഈ ഒരു കുഞ്ഞു പങ്കുവയ്ക്കലിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് നല്ലിടയന്മാരുടെ സാന്നിധ്യം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഇവിടത്തോളം എത്തിയത്. നമ്മുടെ ഈ വളർച്ചയും നമ്മുടെ ഈ സാധ്യതകളും നമ്മുടെ ഈ സമാധാനവും ഒക്കെ ഒത്തിരി പേര് നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ചതിൻ്റെ അല്ലേ? നമ്മളും ആരെങ്കിലും ഒക്കെ അങ്ങനെ ചേർത്ത് പിടിക്കണ്ടേ? ആർക്കെങ്കിലും ഒക്കെ ഒരു നല്ലിടയനാവണ്ടേ? അവരുടെ നല്ല ഓർമ്മകൾ, അവരിങ്ങനെ അവരുടെ ജീവിതത്തിലെ നന്മകൾ ഗണിച്ചെടുക്കുമ്പോൾ നിങ്ങൾ അവർക്കൊരു അനുഗ്രഹമാണെന്ന് പറയാൻ തക്ക രീതിയിൽ, അവർക്ക് നിങ്ങളൊരു നല്ലിടയനാണ് എന്നോർത്തെടുക്കാൻ തക്ക രീതിയിൽ മനോഹരമായൊരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന ആശംസയോടെ, പ്രാർത്ഥനയോടെ നിർത്തുന്നു.